ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. ബിസ്മിക്ക് ചാനലോട്ടാ എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഴം വെച്ചിട്ട് വളരെ സിമ്പിളായി ചെയ്തെടുക്കാവുന്ന എണ്ണയും നെയ്യോ ഒന്നും ഉപയോഗിക്കാതെ തയ്യാറാക്കി എടുക്കുന്ന ഒരു സ്നാക്കിൻ്റെ റെസിപ്പി ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് ഇവിടെ നമ്മളിവിടെ എടുത്തിട്ടുള്ളത് ഒരു നേന്ത്രപ്പഴം എടുക്കണുള്ളൂ കേട്ടോ. രണ്ടെണ്ണം എടുത്ത് വെച്ചെങ്കിലും ഒരെണ്ണം മാത്രം മതി നമുക്ക്. അപ്പം നേന്ത്രപ്പഴത്തിൻ്റെ തോലൊക്കെ കറുത്തുപോയ നേന്ത്രപ്പഴമൊക്കെ ഉണ്ടെങ്കിൽ കളയേണ്ട ആവശ്യമില്ല കേട്ടോ. ഇതുപോലെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. ഈ നേന്ത്രപ്പഴത്തിൻ്റെ രണ്ടറ്റവും ഒന്ന് കട്ടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നല്ല കനം കുറച്ചിട്ട് ഒന്ന് നീളത്തിലൊന്ന് കട്ടാക്കി എടുക്കാം. വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ കാണുമ്പോൾ തന്നെ ഒരു ലൈക്ക് തന്ന് സപ്പോർട്ട് ചെയ്യാൻ ആരും മറക്കരുത് കേട്ടോ. ഇതാ 4 പീസായിട്ടാണ് ഒരു നേന്ത്രപ്പഴത്തിനെ കട്ടാക്കി എടുത്തിട്ടുള്ളത്. അതിവിടെ മാറ്റി വയ്ക്കാം. പിന്നെ ഞാൻ ഇതിലേക്ക് 3 ബ്രെഡ് എടുത്തിട്ടുണ്ട് കേട്ടോ. ചെറിയ ബ്രെഡാണ്. വലിയ ബ്രെഡൊക്കെ ആണെങ്കിൽ 2 എടുത്താൽ മതിയാകുമേ. അതിൻ്റെ സൈഡൊക്കെ ഒന്ന് കട്ടാക്കി എടുത്തിട്ടുണ്ട്. അതും ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. പിന്നെ ഞാൻ 3 കോഴിമുട്ട എടുത്തിട്ടുണ്ട്. 3 ബ്രെഡ് എടുത്തുകൊണ്ടാണ് 3 കോഴിമുട്ട എടുത്തിട്ടുള്ളത്. 2 ബ്രെഡാണ് എടുക്കുന്നതെങ്കിൽ 2 കോഴിമുട്ട എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഈ മുട്ട ഇതിലേക്ക് നമുക്ക് ഒരു 2 പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ഇതിലേക്ക് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാൻ 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് മധുരം കുറച്ച് കമ്മിയായിട്ട് മതിയെങ്കിൽ 1 ടേബിൾ സ്പൂൺ ചേർത്താൽ മതി. 1 ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വാനില എസൻസ് കയ്യിലില്ലെങ്കിൽ പകരം ഒരു ഏലക്കയൊന്ന് ചതക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഇതെല്ലാം പാട് നന്നായിട്ട് നമുക്കൊന്ന് മിക്സാക്കി എടുക്കാം. ഇനി ഇതിലേക്ക് നന്നായിട്ട് മിക്സാക്കി എടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് 1/2 കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത്. അതുകൂടെ ഒഴിച്ചു കൊടുക്കാം. തിളപ്പിക്കാത്ത പാലാട്ടോ എടുത്തിട്ടുള്ളത്. ഫ്രിഡ്ജിൽ നിന്ന് അങ്ങനെ തന്നെ എടുത്തിട്ട് ചേർത്ത് കൊടുത്തിട്ടുള്ളതാണ്. കുഴപ്പമൊന്നുമില്ല. ഇനി ഇത് നന്നായിട്ട് മിക്സാക്കി എടുക്കണം കേട്ടോ. അതിനുശേഷം നമ്മളുടെ അരികെല്ലാം കട്ടാക്കി വെച്ചിട്ടുള്ള നമ്മുടെ ബ്രെഡ് ഇതിലേക്ക് ഇങ്ങനെ പതുക്കെ ഒന്ന് പിച്ച് കീറിയിട്ട് ഇട്ട് കൊടുക്കാം. പൊടിച്ചിട്ടൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. കൈകൊണ്ട് ഇതുപോലെ പിച്ച് കീറി ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഈ 3 മുട്ടയും 3 ബ്രെഡും കറക്റ്റ് ഭാഗമാണ്. നിങ്ങൾ 2 ബ്രെഡാണ് എടുക്കുന്നതെങ്കിൽ 2 മുട്ട എടുത്താൽ മതി കേട്ടോ. പിന്നെ വലിയ ബ്രെഡാണെങ്കിലും 2 എടുത്താൽ മതി. ചെറിയ ബ്രെഡാണെങ്കിൽ ഞാൻ 3 എടുത്തത്. അപ്പോൾ ഇതെല്ലാം പാട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. കുത്തി ഇളക്കി അങ്ങോട്ട് യോജിപ്പിച്ച് അങ്ങനെയൊന്നും വേണ്ട. എല്ലാം പാട് ഇതുപോലെ ജസ്റ്റ് ഒന്നിങ്ങനെ യോജിച്ചാൽ മതി. ഈ മുട്ടയും ഈ പാലിൻ്റെയൊക്കെ മിക്സ് ആ ബ്രെഡിലൊന്ന് നന്നായിട്ടൊന്ന് ഒപ്പിപ്പിടിച്ച് നിൽക്കണം. അത്രേ ഉള്ളൂ കേട്ടോ. ഇനി ഇതിവിടെ നമുക്ക് മാറ്റി വയ്ക്കാം. റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല. ഇതിപ്പോൾ സെറ്റായിട്ടുണ്ട്. ഇവിടെ വയ്ക്കാം. ഇനി ഇതുപോലെ ചെറിയൊരു പാൻ എടുത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടറാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ലോ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത് കേട്ടോ. ബട്ടറൊക്കെ ചേർക്കുന്ന സമയത്ത് ഏറ്റവും ലോ ഫ്ലെയിമിൽ വയ്ക്കാൻ മറക്കരുത്. ഇതിലേക്കൊരു 3/4 ടേബിൾ സ്പൂൺ വരുന്ന പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഈ ബട്ടർ എല്ലാവരുടെയും ഒന്ന് ആക്കി കൊടുക്കുക. ഏറ്റവും ലോ ഫ്ലെയിമിൽ തന്നെ വെക്കാനും മറക്കരുത്. അപ്പോൾ ഇതേ ബട്ടറിൻ്റെ എല്ലായിടത്തേക്കും നന്നായിട്ട് അലിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി അതവിടെ അങ്ങനെ അരിഞ്ഞു വന്നോളൂ കേട്ടോ. ഇനി നമ്മളിവിടെ കട്ടാക്കി വെച്ചിട്ടുള്ള നമ്മുടെ നേന്ത്രപ്പഴം ഇതിൻ്റെ മുകളിലേക്ക് ഓരോ പീസായിട്ട് വെച്ച് കൊടുക്കുക. 4 പീസ് നേന്ത്രപ്പഴം ഞാൻ എടുത്തിട്ടുള്ള ഈ പാനിലേക്ക് കറക്റ്റ് ഭാഗമാണ് കേട്ടോ. ഈ രീതിയിലൊന്ന് നിരത്തി വെച്ച് കൊടുക്കാം. ഫ്ലെയിമിൽ ഓയിൽ തന്നെ വെക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മളുടെ മുട്ടയും ബ്രെഡും കൂടി മിക്സാക്കി വെച്ചത് ഇതിൻ്റെ മുകളിലേക്കൊന്ന് ആക്കി കൊടുക്കാം. എന്നിട്ട് എല്ലാവരുടെയും ഒന്ന് ഇങ്ങനെ നിരത്തി കൊടുക്കണം കേട്ടോ. എല്ലാ ഭാഗത്തേക്കും ആവുന്ന രീതിയിലൊന്ന് ആക്കി കൊടുക്കുക. പിന്നെ 1 ടേബിൾ സ്പൂൺ ബട്ടറാണ് ചേർത്തത്. നിങ്ങൾക്ക് 1 ടേബിൾ സ്പൂൺ വേണ്ടാന്നുണ്ടെങ്കിൽ 1/2 ടേബിൾ സ്പൂൺ ചേർത്താൽ മതി. ബട്ടർ ചേർക്കുമ്പോൾ കുറച്ച് ടേസ്റ്റ് അധികമായിരിക്കും. ഇപ്പോൾ ബട്ടറൊന്നും കയ്യിലില്ലെങ്കിൽ പകരം നെയ്യ് യൂസ് ആക്കാം കേട്ടോ. ഓയിലൊന്നും ഉപയോഗിക്കരുത്. അപ്പോൾ ഇതൊന്ന് നമുക്ക് വേറൊരു പാൻ ചൂടാക്കി അതിൻ്റെ അടിയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് ഈ പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു 4 മിനിറ്റ് കൊണ്ട് തന്നെ ഒരു ഭാഗം റെഡിയായി വരും കേട്ടോ. അപ്പോൾ കണ്ട കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കുന്നില്ല. നന്നായി കുക്കായിട്ടുണ്ട് കണ്ടോ. ഇനി നമുക്ക് ഇതൊരു വേറൊരു പാനിലേക്ക് നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. കണ്ടോ, നല്ല സൂപ്പറായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ സ്നാക്കാണിത്. അപ്പോൾ ഇത് ഇനി നമ്മൾ അടിയിൽ പാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല. ഇതിങ്ങനെ ഡയറക്റ്റ് വെച്ച് കൊടുത്താൽ മതി. വെച്ചിട്ട് ഒരു 3 മിനിറ്റും കൂടി കുക്ക് ചെയ്തെടുക്കാം. മൊത്തത്തിൽ ഒരു 10 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ കുക്കിംഗ് ടൈം കഴിയും കേട്ടോ.
ഇതിപ്പോൾ ഒരു 3 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 4 മിനിറ്റ് അത്ര വെച്ചാൽ മതി. ഇപ്പോൾ ഇതിവിടെ റെഡിയായി വന്നിട്ടുണ്ട്. മറ്റേ ഭാഗം കൂടി ഒന്ന് ചെറുതായിട്ടൊന്ന് പൊരിഞ്ഞൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ കാണുമ്പോൾ തന്നെ ഒരു ലൈക്ക് തന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ട് വളരെ പ്രധാനമാണ് കേട്ടോ. അതുകൊണ്ടാണ് പറയുന്നത്, എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഇപ്പോൾ നമ്മുടെ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതായത് നമുക്കിതൊന്ന് കട്ടാക്കി നോക്കാം. ഇത് ചൂടാറാനൊന്നും വെയിറ്റ് ചെയ്തിട്ടില്ല, നല്ല ചൂടോടെ തന്നെയാണ് കട്ടാക്കുന്നത്. നിങ്ങൾ നന്നായിട്ടൊന്ന് ചൂടാറിയിട്ട് കട്ടാക്കിയാൽ മതി കേട്ടോ. ഇത് കൈകൊണ്ടൊന്നും എടുക്കാൻ പറ്റുന്നില്ല, അത്രയും നല്ല ചൂടാണ് കേട്ടോ. നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ അറിയാം, നന്നായിട്ട് ആവി പാറുന്നുണ്ട്. നല്ല ചൂടാണ് കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള, വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. ഒരു നേന്ത്രപ്പഴവും അതുപോലെ തന്നെ 2-3 ബ്രെഡൊക്കെ കയ്യിലുണ്ടെങ്കിൽ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാവുന്ന ഒരു ഈസി സ്നാക്കാണ് കേട്ടോ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. ലൈക്ക് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ബിസ്മി കിച്ചൻ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് അടുത്ത് വരുന്ന ആ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചാൽ മാത്രമേ നമ്മളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് കറക്റ്റായിട്ട് എത്തുള്ളൂ കേട്ടോ. നല്ല സ്പോഞ്ചി ആയിട്ടുള്ള സ്നാക്കാണ്, വായിലിട്ടാൽ എലിഞ്ഞു പോകുന്ന സ്നാക്കാണ്. ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കിക്കോ കേട്ടോ. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോയുമായിട്ട് വരാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.